السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل وسلم على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റബീഉൽ അവ്വൽ മാസത്തിൽ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക സ്നേഹം, ആ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം, പ്രമാണങ്ങൾ എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്, പ്രവാചകനെ നേരിൽ കണ്ട സ്വഹാബത്ത് എങ്ങനെയായിരുന്നു ആ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ സൗന്ദര്യമായിരിക്കാം, ചിലപ്പോൾ സമ്പത്തായിരിക്കാം, അധികാരമായിരിക്കാം, സ്വഭാവ മഹിമയായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകമായ കഴിവുകളായിരിക്കാം. ഇനി കുടുംബ ബന്ധങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഭാര്യ എന്ന നിലയ്ക്ക്, മക്കൾ എന്ന നിലയ്ക്ക്, ഉമ്മ എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ സ്നേഹങ്ങൾ പരസ്പരം കൈമാറുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേട്ടൊരു വാർത്തയാണ്, ബസ്സിൻ്റെ ഗിയർ മാറ്റുന്നത് കണ്ടിട്ട് ബസ് ഡ്രൈവറിനോട് ഒരു ഇഷ്ടം തോന്നിയെന്ന്. അപ്പോൾ പല കാരണങ്ങളാണ് ഒരാൾക്ക് ഒരാളെ ഇഷ്ടം ഉണ്ടാകാൻ, പല കാരണങ്ങളാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം നിരുപാധികം ഒരു മനുഷ്യനെ സ്നേഹിക്കണം എങ്കിൽ അത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അള്ളാഹു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ട് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഷ്റഫുൽ ഖൽഖ് എന്ന് വെച്ചാൽ മനുഷ്യരിൽ ശ്രേഷ്ഠനെന്നല്ല, സൃഷ്ടികളിൽ തന്നെ ശ്രേഷ്ഠനായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സൃഷ്ടികളിൽ തന്നെയും ശ്രേഷ്ഠനായ ഒരു സൃഷ്ടിയെ, അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. മാത്രമല്ല നമ്മുടെ പ്രവാചകനാണ്. മുൻകാല പ്രവാചകന്മാരെ എല്ലാം സ്നേഹിക്കണം. എന്നാൽ സ്വന്തം പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകൻ എന്ന് കാണുമ്പോൾ ആ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഖാത്തമുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്, നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ പ്രവാചകന്റെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞപ്പോൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്നാണ്. പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ജൂതനായ മനുഷ്യൻ വന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അവിടെ സഹാബികൾ അതിനെ എതിരിടാൻ വേണ്ടി പോകുമ്പോൾ സഹാബത്തിനെ തടയുകയാണ്. പ്രവാചകന്റെ കാരുണ്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ശേഷം സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ പറയും, അല്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ആവശ്യ നിർവഹണം പൂർത്തീകരിക്കാൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ അത് വൃത്തിയാക്കാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. എത്ര മഹിളമായ ഉദാഹരണമാണ് ഇതുപോലെ പ്രവാചകന്റെ ജീവിതത്തിൽ കാരുണ്യം കാണിച്ചതായി കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രവാചകന്റെ കഴുത്തിൽ കത്തിവെച്ച ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്ത കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, ഒരു പക്ഷിയോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു അമ്മക്കിളി
കരയുന്നത് കണ്ട് ഇതിൻ്റെ കുഞ്ഞെവിടെയാണ് എന്ന് ചോദിക്കുന്ന സഹാബത്തിനോട് ചോദിച്ച് അതിൻ്റെ കുഞ്ഞിനെ തിരിച്ചമ്മയ്ക്ക് കൊടുക്കാൻ, അതിൻ്റെ തള്ളക്കിളിക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്ന കുല്ലു കബിദിൻ റത്തുബത്ത് അജിർ, എല്ലാ പച്ചക്കറുള്ള ജീവികളോടും കാരുണ്യം കാണിക്കുക എന്നത് അത് പ്രതിഫലാർഹമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് ചെയ്തതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വക്താക്കളോ അല്ല, സഹാബത്തല്ല, മറിച്ച് പ്രവാചകന് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് അള്ളാഹുവാണ്. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ താങ്കൾ ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ്. നല്ല സ്വഭാവം എന്നത് സമൂഹത്തിൽ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനും ആളുകൾക്കിടയിൽ നല്ല ഒരു അംഗീകാരം കിട്ടാനും അതിലുപരി നല്ല ഒരു സ്വഭാവമുള്ള വ്യക്തിയെ എല്ലാവരും സ്നേഹിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നുബുവത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം പ്രവാചകനെ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിരുന്നു. വ്യത്യസ്തമായ ഗോത്രക്കാർ, പരസ്പരം പോരടിക്കുന്ന ഗോത്രക്കാർ പോലും പ്രവാചകന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പിൽക്കാലത്ത് നുബുവത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് സ്വഹാബിമാർ അന്വേഷിക്കുന്നുണ്ട്, കൈഫ കാന ഖുലുഖു റസൂലില്ല, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന് അന്വേഷിക്കുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അല്ലെങ്കിൽ ജീവിതം അത് ഖുർആനായിരുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ പത്നി നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. എങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എമ്പാടും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല നായകൻ അത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെ എന്തുകൊണ്ട് സ്നേഹിക്കണമെന്ന് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ പ്രവാചകൻ എന്നെയും നിങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക എന്നത് എന്ത് വിരോധാഭാസമാണ്? നമ്മളെ കാണാൻ ആഗ്രഹിക്കാൻ സഹാബത്തിൻ്റെ ഇടയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ ലൈത അന്ന നറ ഇഖ്വാനന, ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഇഖ്വാനുകളെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, അല്ല റസൂലെ, ഞങ്ങളല്ലേ നിങ്ങളുടെ സഹോദരൻ? നിങ്ങളുടെ ഇഖ്വാനുകൾ ഞങ്ങളല്ലേ? നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന, നിങ്ങളുടെ കൂടെ കഴിയുന്ന ഞങ്ങളല്ലേ നിങ്ങളുടെ സഹോദരങ്ങൾ, ഇഖ്വാനുകൾ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹചാരികളാണ്. എന്നാൽ വ ഇഖ്വാനി ഖൗമുൻ ആമനു ബി വലം യറൗനി, പ്രവാചകൻ പറയാണ്, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച, എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയാണ്. നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല. 1400 പരം വർഷങ്ങൾക്കപ്പുറം ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നും ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാതെ വിശ്വസിക്കുകയും ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ പ്രവാചകൻ നമ്മുടെ വിഷയത്തിൽ അതീവ താല്പര്യനാണ്. നമ്മുടെ എല്ലാ വിഷയത്തിലും അതീവ താല്പര്യം കാണിച്ച് പ്രവാചകനാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ വിഷയത്തിൽ അതീവ താല്പര്യനാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മാത്രമല്ല ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രയാസത്തിൽ പ്രവാചകന് വിഷമമുണ്ട്, നമ്മുടെ വിഷയങ്ങളിൽ പ്രവാചകന് താല്പര്യമുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വിഷയത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളതും നമുക്ക് ബാധിക്കുന്ന ഒരു പ്രയാസത്തിൽ പ്രവാചകൻ അങ്ങേയറ്റം പ്രയാസമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല പ്രവാചകൻ റഊഫാണ്, റഹീമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് തന്നെയും കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. തീർന്നില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥനയെ മാറ്റിവെച്ചു എന്നാണ്.
എല്ലാ പ്രവാചകന്മാർക്കും നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകാര്യമായ ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസരം, പ്രാർത്ഥനയുടെ ഒരവസരം എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരവസരം നൽകിയിരുന്നു എന്നാണ്. എന്തു പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം ലഭിക്കുന്ന അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അവസരം എല്ലാ നബിമാർക്കും കൊടുത്തിരുന്നു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, അവരുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവർ ആ ഒരു അവസരത്തിൽ അവരുടെ ദുനിയാവിൽ തന്നെ ധൃതിപ്പെട്ട ആളുകളാണ് ബാക്കിയുള്ള മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലി ഉമ്മതി, പ്രവാചകൻ പറയാണ്, ഈ ഉമ്മത്തിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ശഫാഅത്ത് നൽകുവാൻ, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ആ പ്രാർത്ഥനയെ നാളെ പരലോകത്തേക്ക് വേണ്ടി പ്രവാചകൻ മാറ്റിവെച്ചു എന്നാണ്. അങ്ങനെ നമ്മുടെ വിഷയത്തിൽ താല്പര്യമുള്ള, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ശുപാർശയ്ക്ക് വേണ്ടി പ്രാർത്ഥന മാറ്റിവെച്ച ആ പ്രവാചകനെ സ്നേഹിക്കണമെന്നത് നമുക്ക് പറയാതെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട വിഷയമാണ്. അങ്ങനെയുള്ള ആ പ്രവാചകനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഈ ഷഫാഅത്ത് ആർക്കാ കിട്ടുന്നത് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആർക്കാണ് ഈ ഷഫാഅത്ത് കിട്ടുന്നത്? ഫഹിയ നായിലത്തുൻ മൻ മാത മിൻഹും ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ജീവിതത്തിൽ തൗഹീദ് കൊണ്ട് നടന്ന ആളുകൾക്ക് മാത്രമാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തൗഹീദിനെ സംരക്ഷിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഷഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷണങ്ങൾ പറയുന്നിടത്ത്, എന്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കണമെന്ന് ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക. ചില ആളുകൾ ഫുട്ബോൾ താരങ്ങളെ സ്നേഹിക്കുന്ന എന്തിനാണ്? ആ താരം ഏറ്റവും നല്ല രൂപത്തിൽ കളിക്കുന്നു എന്നതുകൊണ്ടാണ്. അത് ഏതു മേഖലയിലും അങ്ങനെ തന്നെയാണ്. നല്ല ടീച്ചർ, ആ ടീച്ചറിനെ സ്നേഹിക്കുന്ന എന്താ? നമ്മെ പഠിപ്പിച്ച ടീച്ചറുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മാഷുകളിൽ ഏറ്റവും നല്ല മാഷായി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മാഷുണ്ടാകും. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന ശൈലി എന്നതൊക്കെ കൊണ്ടായിരിക്കാം നമ്മൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന് പ്രതീക്ഷയില്ലേ നമുക്ക്? നാളെ പരലോകത്തേക്കെത്തും. ആ പരലോകത്തേക്കെത്തുന്നതിന് മുമ്പ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ഭർത്താവ് എന്ന നിലയ്ക്ക് പ്രവാചകൻ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം? പ്രയാസം വരുന്ന സമയത്ത്, പ്രതിസന്ധി ഘട്ടത്തിൽ, ഭാര്യയെ ഒന്ന് ശടിച്ചു നിൽക്കുന്ന സമയത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം? കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഓട്ട മത്സരം നടത്തിയിരുന്നു എന്നാണ്. ആദ്യ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരല്പം മെലിഞ്ഞ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ തോൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പരസ്പരം ജയിച്ചും തോറ്റുകൊടുത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള മത്സരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടത്തണമെന്ന ഒരു ഏറ്റവും നല്ല ഉദാത്തമായ മാതൃക അവിടെയും കാണിച്ചു തന്നു. മക്കളോടെങ്ങനെ, പേരക്കുട്ടികളോടെങ്ങനെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് എങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ഖുതുബ പറയുന്നതിനിടയിൽ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ആളുകൾ ഇന്ന് പറയാറുണ്ട്, പള്ളിയിൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അവർ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും, ഈമാനിന്റെ ഏറ്റവും നിറകുടമായ സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിക്കുന്നതിനിടയിലാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ ആ പ്രവാചകന്റെ നിസ്കാരത്തിനിടയിൽ വന്ന് പ്രവാചകന്റെ മുതുകിൽ കയറിയിരുന്ന്. സഹാബത്ത് പേടിച്ചു പോയി. അല്ല, എന്താണ് ഈ സുജൂദ് കഴിഞ്ഞ് ഒന്ന് എണീക്കാൻ പ്രവാചകൻ ലേറ്റാകുന്ന എന്താ? ചില സഹാബിമാർ എണീറ്റു നോക്കിയെന്നാണ്, തല പൊന്തിച്ചു നോക്കിയെന്നാണ്. എന്തുകൊണ്ട് റസൂൽ എണീക്കുന്നില്ല? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് പേരമക്കളുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട്
അവരെ ശടിച്ച് അവരെ പിന്നീട് പള്ളിയിലേക്ക് കൊണ്ടുവരാത്ത ഒരു സാഹചര്യം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് അവിടെ ഏറ്റവും നല്ല ഉദാത്തമായ മാതൃക നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാം. അങ്ങനെ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക് ഏതു മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാത്തമായ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ സ്നേഹിക്കാൻ, സഹാബത്ത് സ്നേഹിക്കാനുള്ള കാരണം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുമ്പോൾ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലും ചിലത് ഈ വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇത് കേൾക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പൂർണ്ണമായി ആകുകയില്ല എന്ന് നമുക്കറിയാം. എന്നാലും കേൾക്കുന്നതിൽ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് പറഞ്ഞത് അള്ളാഹു? പ്രവാചകന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. പ്രവാചകൻ ഒരു കഠിന ഹൃദയനും പരീക്ഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളെ അടുക്കൂലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെങ്കിൽ, സംസാരിക്കുന്നതൊക്കെ വളരെ റൈസായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ ആളുകൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും ചിലപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടേ നിൽക്കുള്ളൂ. എന്താണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാത്ത രൂപത്തിൽ ആളുകൾ നമ്മളിൽ നിന്ന് ഒരല്പം അകന്നു നിൽക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു 10 വർഷമാണ് പ്രവാചകന്റെ കൂടെ, 10ലേറെ വർഷം പ്രവാചകന്റെ ഖാദിമായി നിലകൊണ്ടിട്ട് എന്തുകൊണ്ട് അനസേ നീ ഇത് ചെയ്തിട്ടില്ല, എന്താ അനസേ ഇങ്ങനെ ചെയ്യാത്തത് എന്ന് പരാമർശിക്കുന്ന ഒരു രൂപം, ഒരു ശടിക്കുന്ന ഒരു സ്വഭാവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെ അത്രയേറെ തൻ്റെ കീഴിലുള്ള ആളുകളെ പരിഗണിച്ച, സ്നേഹിച്ച, അങ്ങനെ അവരുടെ പ്രയാസങ്ങളെ കണ്ടറിയാൻ ശ്രമിച്ച ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ നമുക്ക് പ്രവാചകനെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഉമ്മത്തിലേക്ക് നിയോഗിച്ചത് പോലും അത് വലിയ അനുഗ്രഹമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു പറയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിൽ, അന്ധതയിൽ കഴിഞ്ഞ ഒരു ജനപദത്തെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ച് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പറഞ്ഞുകൊടുത്ത് ഒരു ജനപദത്തെ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും നല്ല ഉത്തമ സമുദായമാക്കി മാറ്റിയ, അള്ളാഹു ആ രൂപത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയ, റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളായിക്കൊണ്ട് ഒരു ജനപദത്തെ വാർത്തെടുത്ത ആ പ്രവാചകന്റെ വചനങ്ങൾ, അത് ഈ ഉമ്മത്തിന് ഖൈറാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ, ഇങ്ങനെ ഒരു പ്രവാചകനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഏറെ സ്നേഹിക്കേണ്ടത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ സ്നേഹിക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ യുക്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ പറയാണ്, ജനങ്ങളെ മുഴുവൻ, നിങ്ങളുടെ ഉപ്പയെ, നിങ്ങളുടെ ഉമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളേറെ സ്നേഹിക്കേണ്ടത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, റസൂലെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ, സാധാരണ അങ്ങനെയാണല്ലോ, നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമ്മളാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഭാര്യയുടെ വിഷയത്തിലാണെങ്കിലും എനിക്ക് എന്നെ കഴിഞ്ഞാലേ പിന്നെ എൻ്റെ ഭാര്യയുടെ വിഷയമുള്ളൂ. ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നതിന് കഴിഞ്ഞിട്ടേ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആര് സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ മറ്റുള്ള കാര്യത്തിൽ, ദുനിയാവിലെ വിഷയം എടുത്തു നോക്കിയാൽ തന്നെയും, ഭൗതികമായ സൗകര്യങ്ങളെയും വിഷയങ്ങളെയും എടുത്തു നോക്കിയാൽ തന്നെയും എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടേ ഞാൻ മറ്റുള്ള ആളുകളുടെ ആവശ്യത്തെ പരിഗണിക്കുകയുള്ളൂ. എന്നാൽ അതുപോലെ
ഉമർ അൻഹു വന്നിട്ട് പറയാണ്, റസൂലെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് റസൂലെ താങ്കളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തി കൊടുക്കുകയാണ്, യാ ഉമർ, ഉമർ അങ്ങനെയല്ല കാര്യം. ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. നിനക്ക് നിന്റെ സ്വന്തത്തിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുമ്പോഴാണ് നിന്റെ ഈമാൻ പൂർത്തീകരണമാകുന്നത് എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ അൻഹു പറയാണ്, ഫഇന്നഹു അൽആൻ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എനിക്കെന്റെ നഫ്സിനേക്കാൾ, എനിക്കെന്നേക്കാൾ എനിക്കേറെ പ്രിയം ഈ സമയം മുതൽ, ഈ സെക്കൻഡ് മുതൽ പ്രവാചകരെ താങ്കളെയാണ് എന്ന് പറഞ്ഞ് ആ ഈമാനിന്റെ പൂർത്തീകരണം നടത്തുകയാണ്. ഇപ്പോഴാണ് ഉമർ താങ്കളുടെ ഈമാൻ പൂർത്തീകരണമായത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ സ്വന്തത്തെക്കാൾ നമുക്ക് സ്നേഹിക്കേണ്ടത്, നമുക്ക് ബാധ്യതയായിട്ടുള്ളത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ദുനിയാവിൽ പലപ്പോഴും ദീനിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യത്തെയും മാറ്റി നിർത്താനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്നുകിൽ നമ്മുടെ സമ്പത്തായിരിക്കും. ആ സമ്പത്ത് നേടിയെടുക്കാനുള്ള തിരക്കിൽ പലപ്പോഴും നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങൾ മാറ്റി നിർത്തുന്നുണ്ടാകും. ചിലപ്പോൾ ചില ജോലികൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തിനെ പോലും ഒഴിവാക്കുന്ന സാഹചര്യം ചില ആളുകൾക്കിടയിലുണ്ട്. പിന്നെ മക്കളാണ്, പിന്നെ കുടുംബമാണ്, ഭാര്യയാണ്, നാട്ടുകാരാണ്, അധികാരമാണ്, നമ്മുടെ സമ്പത്ത് കണ്ടെത്താനുള്ള മാർഗങ്ങളാണ്. ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ദീനിനെ മാറ്റി നിർത്താൻ ചിലപ്പോൾ ചില ആളുകൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ ഉപ്പയാണ്, വ അബ്നാഅക്കും, നിങ്ങളുടെ മക്കളാണ്, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണ്, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണ്, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങളാണ്, വ അംബാലു മുഖ്തറഫ്തുമൂഹ വ തിജാറത്തൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ ഉണ്ടാക്കിയ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങൾ നഷ്ടം വരുമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടം. മാത്രമല്ല മസാകിനു തർലൗനഹ, അല്ലേ, നമ്മളൊക്കെ ഒരുപക്ഷെ പ്രവാസ ലോകം കാണുന്നത് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും. ഒരു വീട് വെച്ചിട്ട് വേണം പ്രവാസ ലോകം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടത് എന്ന് ചിന്തിക്കുന്ന പ്രവാസികളുണ്ട്. അള്ളാഹു പറയാണ്, ഓ മസാകിനു തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ തൃപ്തിപ്പെടുന്ന, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടം, അതൊക്കെയാണ് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും, അതിനേക്കാൾ നിങ്ങൾ ഈ പറയപ്പെട്ട 8 കാര്യങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നെത്തുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ദുനിയാവിൽ ഈ പറയപ്പെട്ട 8 കാര്യങ്ങൾ ആസ്വദിക്കാനും അതിൻ്റെ പിന്നാലെ പോകാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിനേക്കാൾ, റസൂലിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾ ഈ 8 കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നത് അള്ളാഹുവിൻ്റെ താക്കീതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണോ കാരണങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാനുള്ള തടസ്സങ്ങളായി കൊണ്ടുവരുന്നത്, അതിനെയെല്ലാം മാറ്റി നിർത്തി നമ്മളേറെ ഇഷ്ടപ്പെടുന്നത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം എന്നതാണ്. കാരണം എന്തെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറയുന്നിടത്ത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലാഹു പറയാണ്, ഒരു മുഅ്മിനിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. ആ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടമല്ല അവിടെ സ്വീകരിക്കുക, മറിച്ച് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യത്തെയായിരിക്കും ആ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വീകരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിൻ എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ട, സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങളുണ്ടോ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്നാണ്. നമ്മളൊന്ന് പരിശോധിക്കണം. 3 കാര്യങ്ങളുണ്ടോ എങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്നാണ്. അതിൽ ഒന്നാമതായി പറഞ്ഞെന്തെന്നറിയോ? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ, അവന് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഒരു മടിയില്ലാതെ ചെയ്യണമെങ്കിൽ
ആ പറഞ്ഞ വ്യക്തിയോടൊരു താല്പര്യം ഉണ്ടാകണം, അല്ലേ? നമ്മൾ ആ വ്യക്തിയെ അതിയായി സ്നേഹിക്കുന്ന, ആദരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പറഞ്ഞ ഏതൊരു കാര്യവും നിഷ്പ്രയാസം ചെയ്യാൻ നമ്മൾ തയ്യാറാകും. ഒരൊറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ സൽമാൻ രാജാവ് വരികയാണെങ്കിൽ, സൽമാൻ രാജാവ് വരുന്നു എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും? അദ്ദേഹത്തെ വരവേൽക്കാൻ, അദ്ദേഹത്തെ ആനയിച്ചിരുത്താൻ, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ലാത്ത കാര്യം ഒരു പക്ഷേ വേണമെന്നാവശ്യപ്പെട്ടാൽ വേഗം നമ്മൾ ധൃതിപ്പെട്ട് എന്ത് ചെയ്യും? അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാവും. ഇതൊരു സാധാരണ ഒരു നാട്ടിൽ ഒരു ഭരണാധികാരിയുടെ വിഷയമാണെങ്കിൽ, ലോകത്തിൻ്റെ നായകൻ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ച, നമുക്ക് ചെയ്യാൻ പഠിപ്പിച്ച, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് തടസ്സം ഉണ്ടാവില്ല. കാരണം അതിലേറെ സ്നേഹിക്കേണ്ടത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ തടസ്സം ഉണ്ടാവില്ല. അങ്ങനെ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രവാചകനെ സഹാബത്ത് എങ്ങനെയായിരുന്നു സ്നേഹിച്ചത് എന്ന് പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം ഒന്നുമല്ല നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മുടെ സ്നേഹം ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എപ്പോഴെന്ന് വെച്ചാൽ സഹാബത്ത് എങ്ങനെ ആ പ്രവാചകനെ സ്നേഹിച്ചു എന്ന് പഠിക്കുമ്പോഴാണ്. മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്ക്, ഞാൻ കുറേ രാജാക്കന്മാരുടെ അടുക്കൽ വഫ്ദായി കൊണ്ടുപോയിട്ടുണ്ട്. വഫത്തു അല കിസ്റ വ കൈസറ വ നജ്ജാഷി, കിസ്റയുടെയും കൈസറിൻ്റെയും രാജാക്കന്മാരുടെ അടുക്കൽ, നജ്ജാഷിയുടെ അടുക്കൽ ഞാൻ വഫ്ദായി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. അദ്ദേഹം പറയാണ്, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, അവിടുത്തെ പ്രജകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സ്വഹാബത്ത് ആ പ്രവാചകനെ ആദരിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ ഒരു അണികളും തങ്ങളുടെ രാജാവിനെ സ്നേഹിക്കുന്നതായിക്കൊണ്ട്, ബഹുമാനിക്കുന്നതായിക്കൊണ്ട്, ആദരിക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അത്രയേറെ സ്വഹാബത്ത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നാണ്. ആ ഹദീസിന്റെ ബാക്കി ഭാഗം എന്തെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ സ്വഹാബത്തിന്റെ സ്നേഹം എങ്ങനെയാണ് എന്നത് നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇദാ അമറഹും ഇബ്തദറു അംറഹു, പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യം ചെയ്യാൻ അവർ ധൃതിപ്പെടുമായിരുന്നു എന്നാണ്. നമ്മളൊക്കെ രണ്ട് പ്രാവശ്യം ആലോചിക്കും, ഇതിപ്പോൾ വേണോ, ഇന്ന് മുതൽ തുടങ്ങണോ, നാളെ മുതൽ തുടങ്ങാം, അല്ലേ? ഒരു സുന്നത്തായ ഒരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇന്ന് തന്നെ ആരംഭിക്കണോ, കുറച്ച് ദിവസം കഴിയട്ടെ, അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ തീരുമാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, പ്രവാചകൻ എന്തെങ്കിലും ഒരു വാക്കു പറഞ്ഞാൽ, ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യാൻ സ്വഹാബത്ത് ധൃതിപ്പെടുമായിരുന്നു എന്നാണ്, അല്ലേ? എത്രയെല്ലാം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖൈബർ യുദ്ധത്തിൻ്റെ തൊട്ടു മുമ്പാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനു വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞത്. അവിടെ സ്വഹാബത്ത് മത്സരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മത്സരിക്കാൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കാൻ. ഉഹദ് യുദ്ധത്തിന്റെ രംഗത്ത് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലെ, ഈ യുദ്ധത്തിൽ ഇറങ്ങി പങ്കെടുത്ത് ഷഹീദായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ലക്കൽ ജന്ന, നിനക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആ കഴിച്ചുകൊണ്ടിരുന്ന കാരക്കയെ പോലും പൂർത്തീകരിക്കാതെ വലിച്ചെറിഞ്ഞ് ആ യുദ്ധത്തിലിറങ്ങി ഷഹീദായി എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അത്രയേറെ പ്രവാചകന്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകി, വിശ്വസിച്ച്, അംഗീകരിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ സ്വഹാബത്ത് കാണിച്ച വ്യഗ്രത, താല്പര്യം, അത് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. തീർന്നില്ല. ഹദീസിന്റെ ബാക്കി ഭാഗം എന്തെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്ന സമയത്ത് ആ വുദുവിന്റെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി സ്വഹാബത്ത് ധൃതിപ്പെടുമായിരുന്നു എന്നാണ്. അത് പ്രവാചകനുള്ള പ്രത്യേകതയാണ്. പ്രവാചകന്റെ അസറുകൾ, പ്രവാചകന്റെ വിയർപ്പ്, പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അതൊക്കെ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് പ്രവാചകൻ എടുത്ത വുദുവിനെ, അതിന്റെ വെള്ളത്തെ ശേഖരിക്കാൻ വേണ്ടി സ്വഹാബത്ത് ധൃതിപ്പെടുമായിരുന്നു എന്നാണ്. തീർന്നില്ല. വഇദാ തകല്ലമ ഖഫദു അസ്വാതഹും ഇൻദഹു, പ്രവാചകൻ എന്തെങ്കിലും ഒന്ന് ഉരുവിടുകയാണെങ്കിൽ,
പിന്നെ സഹാബത്തിന് സംസാരമില്ല, പിന്നെ അവർ മിണ്ടാതിരിക്കുന്നതാണ്. സാധാരണ ഒരു ക്ലാസ് നടന്നാൽ നമ്മളാളുകൾ എന്താ ചെയ്യുക? സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ക്ലാസ്സിനിടയിൽ ആ ഒരു ബോറടി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിൽ സംസാരിക്കും, അല്ലെങ്കിൽ മറ്റു പലതും കാണും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ എന്തെങ്കിലും ഉരുവിടുകയാണെങ്കിൽ അത് വിലപിടിപ്പുള്ള ഒരു വസ്തുവായി, ഒരു മൂല്യമുള്ള ധാന്യമായി കൊണ്ട് പ്രവാചകന്റെ വാക്കുകളെ അവർ സ്വീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒന്ന് ഇരുന്നാൽ അവരുടെ ശരീരത്തിലേക്ക്, തോളിലേക്ക് പക്ഷികൾ വന്നിരുന്നാൽ പോലും അറിയുമായിരുന്നില്ല എന്നാണ്. അത്രയേറെ പ്രവാചകന്റെ വാക്കുകളെ കാതോർക്കുന്ന സഹാബത്തിനെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. മാത്രല്ല, ഒമാ യുഹദ്ദൂന അന്നദറ ഇലൈഹി തഅളീമൻ ലഹു, പ്രവാചകനെ ഒന്ന് നോക്കുമ്പോൾ പോലും ആ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി മാത്രമേ പ്രവാചകനെ നോക്കിയിരുന്നു എന്നാണ്. സഹാബത്തിന്റെ ജീവിതം നോക്കൂ, സുബ്ഹാനല്ലാഹ്. പ്രവാചകനെ നോക്കുന്നതിൽ പോലും അവർക്ക് ശ്രദ്ധയുണ്ട്, നോക്കുന്നതിൽ പോലും ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി അല്ലാതെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിരുന്നില്ല എന്നാണ്. അത്രയേറെ പ്രവാചകനെ സ്നേഹിച്ച സഹാബത്തിനോളം നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയില്ല. തീർന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജറ പോയ ചരിത്രം നമുക്കറിയാം. ആ ഹിജറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണമായി കൊണ്ട് നിലകൊണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആശങ്കയാണ്. കുറച്ചു നേരം പ്രവാചകന്റെ മുന്നിലൂടെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ വലതു ഭാഗത്തു കൂടി, പിന്നെ ഇടതു ഭാഗത്തു കൂടി, പിന്നെ ബാക്കിലൂടി, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യാത്രക്കിടയിൽ പ്രവാചകനെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം, യാ അബൂബക്കർ മാ ഹാദാ, അല്ല അബൂബക്കർ ഇതെന്താണ് ഈ കാണിക്കുന്നത്? കുറച്ച് മുന്നേ നടക്കുക, പിന്നെ കുറച്ച് പിന്നിൽ നടക്കുക, പിന്നെ വലത് ഇടത് ഇങ്ങനെ മാറിക്കളിക്കുകയാണല്ലോ, എന്താണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലാ ആമിനു അലൈക്, പ്രവാചകരെ താങ്കളുടെ വിഷയത്തിൽ ഞാൻ നിർഭയനല്ല എന്നാണ്. സ്വന്തം വിഷയത്തിലല്ല, പ്രവാചകന്റെ വിഷയത്തിൽ. എൻ്റെ പ്രവാചകന് എന്തെങ്കിലും സംഭവിക്കുമോ, ശത്രുക്കൾ എന്തെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയന്ന് പ്രവാചകന്റെ നാലു ചുറ്റും പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ സംരക്ഷിക്കാൻ പരിശ്രമിച്ച ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമുക്ക് പ്രവാചക സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായി കൊണ്ട് കാണാൻ കഴിയും. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകനെ സംരക്ഷിച്ചതിൽ ഏറ്റവും വലിയ പങ്ക്, പ്രവാചകന്റെ പല്ല് പൊട്ടി രക്തം വന്നപ്പോൾ പോലും പ്രവാചകന്റെ നേർക്കു വന്ന അമ്പുകളെ സ്വന്തം വിരിമാറു കാണിച്ച് പ്രവാചകനെ സംരക്ഷിച്ച തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ വായിച്ചെടുക്കാൻ കഴിയും. 70ഓളം മുറിവുകൾ ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ, ആ സ്വഹാബിയുടെ ശരീരത്തിൽ തറച്ചു എന്നാണ്. ആ മുറിവുമേറ്റ് അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലൽ വജ്ഹിൽ അർദ്, ഭൂമിയിലൂടെ ജീവിച്ച് നടക്കുന്ന, ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫൽയൻദുർ ഇലാ തൽഹത്ത് ബിൻ ഉബൈദില്ല, നീ തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കൂ എന്നാണ്. അതായത് ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ത്വൽഹയിലേക്ക് നോക്കൂ. എന്തുകൊണ്ട്? ആ പ്രവാചകനെ സംരക്ഷിക്കാൻ, പ്രവാചകനോടുള്ള സ്നേഹത്താൽ സ്വന്തം ശരീരത്തിനെ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ആ സഹാബത്തിനെ ജീവിതത്തിൽ ഉഹദിന്റെ മണ്ണിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉഹദിൽ പ്രവാചകനെ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ കൊടുത്തു സംരക്ഷിക്കാൻ തയ്യാറായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതേ മണ്ണിൽ നമുക്ക് വേറൊരു സ്ത്രീയെ വായിച്ചെടുക്കാം. ഉഹദിന്റെ മണ്ണിൽ ഒരു സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീയുടെ ഉപ്പയും ഭർത്താവും സഹോദരനും അതേ മണ്ണിൽ ഷഹീദായി കിടക്കുന്നുണ്ട്. കുറച്ച് പ്രയാസം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാലോ. ഉഹദിന്റെ മണ്ണിൽ ഇസ്ലാമിൽ ആദ്യ സമയത്ത് കുറച്ച് പ്രയാസം ഉണ്ടായി. കുറച്ച് ആളുകൾ, ഇസ്ലാമിൻ്റെ വക്താക്കൾ, മുഅ്മിനീങ്ങൾ, സഹാബത്ത് മരിച്ചു വീണു. ആ മരിച്ചു വീണതിൽ സ്വന്തം ഭർത്താവും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു സ്ത്രീ വന്നിട്ട് സഹാബത്തിനിടയിൽ അന്വേഷിക്കുന്നത്, ഐന റസൂലല്ലാഹ്, എവിടെയാണ് എൻ്റെ പ്രവാചകൻ, എവിടെയാണ് എൻ്റെ പ്രവാചകൻ? സ്വന്തം മകനെയല്ല,
അല്ലെങ്കിൽ ഭർത്താവിനെയല്ല, സ്വന്തം വാപ്പയെയല്ല അന്വേഷിക്കുന്നത്, മറിച്ച് എൻ്റെ പ്രവാചകൻ എവിടെയാണ് എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹാബത്തിന് പ്രശ്നമൊന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഒന്നും ബാധിച്ചിട്ടില്ല, പ്രയാസമൊന്നുമില്ല, സംരക്ഷിച്ച് അത് അവിടെ ഉണ്ട്, ഒരു പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടും ആ സ്ത്രീക്ക് മതിയായിട്ടില്ല എന്നാണ്. ആ സ്ത്രീ കണ്ടിട്ടല്ലാതെ, പ്രവാചകനെ നേരിൽ കണ്ടിട്ടല്ലാതെ സമാധാനം അടഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ ആ സ്ത്രീയെയും കൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് പോവുകയും ആ പ്രവാചകനെ നേരിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. എല്ലാ മുസീബത്തും പ്രവാചകരെ താങ്കളുടെ വിഷയത്തിലെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. എൻ്റെ ഭർത്താവ് മരിച്ചതിൽ എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ഉപ്പ മരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല, എൻ്റെ മകൻ നഷ്ടപ്പെടുന്നത് എനിക്ക് പ്രശ്നമില്ല, മറിച്ച് എൻ്റെ പ്രവാചകൻ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, അതാണ് എനിക്ക് പ്രശ്നം. നമ്മൾ നോക്കിയേ, സ്വന്തത്തെക്കാൾ, സ്വന്തം ഭർത്താവിനേക്കാൾ, സ്വന്തം ഉപ്പയേക്കാൾ, സ്വന്തം മകനേക്കാൾ അവിടെ പ്രവാചകന്റെ വിഷയത്തിൽ ആവലാതി കൊണ്ട സ്വഹാബത്തിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സ്വഹാബത്തിന്റെ നാവിലൂടെ ഇടക്കിടക്ക് പറയുന്ന, പ്രവാചകൻ എന്തെങ്കിലും ഇങ്ങനെ ഉരുവിടുന്ന സമയത്ത്, സ്വഹാബത്തിനെ വിളിക്കുന്ന സമയത്ത്, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക്, റസൂലേ താങ്കളുടെ വിളിക്കിതാ ഉത്തരം ചെയ്തുകൊണ്ട് എല്ലാം അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ് എന്ന് പറയുമായിരുന്നു എന്നാണ്. സ്വഹാബത്ത് പറയുന്ന വിഷയം പോലും കേട്ടിട്ട് കേട്ടു നോക്കട്ടെ, എന്നിട്ട് നമ്മൾ പറ്റുമെങ്കിൽ ചെയ്യാം എന്നല്ല പറഞ്ഞത്, മറിച്ച് പ്രവാചകൻ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോൾ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് പ്രവാചകന്റെ അടുക്കലേക്ക് സഹാബത്ത് പോയിരുന്നത്. തീർന്നില്ല, പ്രവാചകന്റെ വിഷയത്തിൽ സഹാബത്ത് പറയാറുണ്ടായിരുന്നു, ഫിദാക അബി വ ഉമ്മി, പ്രവാചകരെ എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്കാണ്, എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പയേക്കാൾ, എൻ്റെ ഉമ്മയേക്കാൾ പ്രവാചകരെ താങ്കളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഉപ്പയെ കൊണ്ടുപോയിക്കോട്ടെ, എൻ്റെ ഉമ്മയെ എടുത്തോട്ടെ, പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രിയം എൻ്റെ പ്രവാചകനാണ് എന്ന ആ വാചകം സഹാബത്തിൻ്റെ നാവിലൂടെ ഇടക്കിടക്ക് പറയുമായിരുന്നു എന്നാണ് പ്രവാചകനെ കാണുന്ന സമയത്ത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു സഹാബത്തിൻ്റെത് എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം പിൽക്കാലത്തുണ്ടായി, പ്രവാചകന്റെ വഫാത്തിന് ശേഷം. ആ സമയത്ത് ചോദിക്കുകയാണ്, കൈഫ കാന ഹുബ്ബുക്കും റസൂലില്ലാഹ്, എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പ്രവാചകനോടുള്ള ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി വഹിബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ളമ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ സഹാബത്ത് എങ്ങനെയായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് എന്ന് പറയുന്നിടത്ത്, ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, സ്വന്തം മക്കളേക്കാൾ, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനേക്കാൾ. ഒരു ഉച്ച സമയമാകുമ്പോൾ കഠിനമായ വെയിൽ, ഒരല്പം 5 മിനിറ്റ് നടക്കുമ്പോഴേക്ക് ഒരു നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ നമുക്ക് എന്തായിരിക്കും റാഹത്ത്. സഹാബി പറയാണ്, അങ്ങനെ ഒരു ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരല്പം തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്ന്. അങ്ങനെയാണ് സഹാബത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത് എന്നാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്ന് നാട് വിട്ടു എന്നാണ്. പിൽക്കാലത്ത് മദീനയിൽ ബാങ്ക് വിളിക്കാൻ, ബിലാലിന്റെ ശബ്ദം കേൾക്കാൻ ഉമർ റളിയല്ലാഹു കൊതിയായി തിരിച്ചു വിളിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചതിന് ശേഷം വ അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറയുന്നതോടുകൂടി ബോധം കെട്ടു വീണുന്നാണ്. അത്രയേറെ പ്രവാചകന്റെ നാമം പോലും ഉച്ചരിക്കാൻ കഴിയാതെ, പ്രവാചകന്റെ വിയോഗത്തിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ആ പ്രവാചകനെ സ്നേഹിച്ചിരുന്ന ഒരു സഹാബത്ത് നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ ബിലാൽ റളിയല്ലാഹു അൻഹു മരണവേളയിൽ കിടക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ വേദന കണ്ട് സ്വന്തം ഭാര്യ പ്രയാസപ്പെടുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഗദൻ നൽഖി അഹബ്ബ മുഹമ്മദൻ വസഹ്ബ. അദ്ദേഹം പറയാണ്, നാളെ, ഇന്ന് കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഈ മരണം കഴിഞ്ഞാൽ നാളെ ഞാൻ എൻ്റെ പ്രവാചകനെ കണ്ടുമുട്ടും, ആ പ്രവാചകനോടൊപ്പം സഹവസിക്കാൻ എനിക്ക് കഴിയും. അവിടെയാണ് അവർ സന്തോഷം കണ്ടെത്തിയത്. മരണത്തിൻ്റെ വേളയിൽ പോലും, മരണത്തിൻ്റെ അവസ്ഥയിൽ പോലും, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വിഷമിക്കുന്ന സാഹചര്യത്തിൽ പോലും സഹാബത്ത്
ഇഷ്ടപ്പെട്ടിരുന്നത് ഇത് കഴിഞ്ഞാൽ, ഈ മരണം കഴിഞ്ഞാൽ എൻ്റെ പ്രവാചകന്റെ അടുക്കലാണ് എനിക്ക് പോകാനുള്ളത്, ആ പ്രവാചകന്റെ കൂടെ കഴിയാൻ എനിക്ക് കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മത്ത എപ്പോഴാണ് അന്ത്യനാൾ എന്നുള്ളത്. സഹാബി വന്ന് ചോദിക്കുകയാണ്, മത്ത എപ്പോഴാണ് അന്ത്യനാൾ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വമാ അഅദത്ത ലഹ, അല്ല അന്ത്യനാളിനെ കുറിച്ചൊക്കെ നീ ചോദിക്കണുണ്ടല്ലോ, ആ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചത്? കാരണം അന്ത്യനാളിനപ്പുറം ഒരു വിചാരണയുണ്ട്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, വിചാരണയിൽ രക്ഷപ്പെടാൻ നീ എന്താണ് സമ്പാദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയോ? ഞാൻ എൻ്റെ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടം വച്ചിട്ടുണ്ട് എന്ന്. ഞാൻ എൻ്റെ അള്ളാഹുവിനെയും ആ അള്ളാഹു നിയോഗിച്ച പ്രവാചകനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പ്രവാചകൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്നറിയോ? ഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടത് അവൻ്റെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. എന്ന് വെച്ചാൽ നാളെ പ്രവാചകന്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കഴിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രവാചക സ്നേഹം എന്നത് നിസാര കാര്യമല്ല, നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ്. നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണം മാത്രമല്ല, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അതിനുമപ്പുറം നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കുതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കാൻ ഉതകുന്ന കാര്യവും, അതിനുമപ്പുറം പ്രവാചകനൊപ്പം സഹവസിക്കാൻ, സ്വർഗത്തിലാകാൻ നമുക്ക് കാരണമാകുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത ഇബ്നു ഉമർ ചരിത്രത്തിൽ അറിയപ്പെട്ടത് മുത്തബിഉസ് സുന്ന എന്നാണ്. അങ്ങേയറ്റം പ്രവാചകനെ ഇത്തിബാ ചെയ്ത സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്നേഹത്തിന്റെ മാതൃക നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രവാചകന്റെ കൂടെ പ്രവാചകൻ ജീവിച്ചിരുന്ന സമയത്ത് പ്രവാചകന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒപ്പിയെടുക്കാൻ ശ്രമിച്ച സഹാബി അവനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ സഹാബി പിൽക്കാലത്ത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ, പിൽക്കാലത്ത് നല്ല വഴികൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും സജീവമായി മറ്റു വഴികൾ ഉണ്ടെങ്കിൽ പോലും, നല്ല സൗകര്യങ്ങളുള്ള വഴികൾ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രവാചകൻ സ്വീകരിച്ച വഴിയെ ആ സ്വഹാബി പോകാൻ താല്പര്യപ്പെട്ടു എന്നാണ്. അന്ന് ആ വഴിയിൽ ചിലപ്പോൾ മരച്ചില്ലകൾ ചാഞ്ഞു നിന്നിട്ടുണ്ടാകും. ആ വഴിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരച്ചില്ലകൾക്ക് താഴെ ഒന്ന് തലകുനിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാകും. ആ മരം പിന്നീട് വെട്ടിമാറ്റിയിട്ട് പോലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന സമയത്ത് ആ മരച്ചില്ലയുടെ പ്രയാസം ഇല്ലാതിരുന്നിട്ട് പോലും എൻ്റെ പ്രവാചകൻ തലകുനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തലകുനിക്കുന്നു എന്ന് പറഞ്ഞ് ആ വഴിയിലൂടെ യാത്ര ചെയ്ത, അങ്ങനെ പ്രവാചകന്റെ ജിബില്ലിയായ സുന്നത്തല്ലാത്ത പ്രവർത്തനങ്ങളെപ്പോലും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവാചകനെ ഇത്തിബാ ചെയ്തു. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രവാചകനെ ഈ രൂപത്തിൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചക സ്നേഹം എന്നത് ആരുടെയും കുത്തകയല്ല, മറിച്ച് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. ചില ആളുകൾ ഇന്നത് കുത്തകയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പ്രവാചക വിരോധികളാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ചില ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പ്രവാചക സ്നേഹം അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയായിരിക്കണം പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി. പ്രവാചകനെ സ്നേഹിക്കേണ്ട കാരണങ്ങൾ എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടാണ്, ആ പ്രവാചകനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ നിലകൊണ്ടാണ് നമ്മുടെ പ്രവാചകനെ നമുക്ക് സ്നേഹിക്കേണ്ടത്. മാത്രമല്ല, ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക വിമർശനങ്ങൾ അത് എമ്പാടും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകനെ ആക്ഷേപിക്കുന്ന ചില വാക്കുകളും പ്രവർത്തനങ്ങളും അതുപോലെ കാലിഗ്രഫികളും കാർട്ടൂൺ ചിത്രങ്ങളും കടന്നു വരുന്ന സമയത്ത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് പ്രവാചകനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് നമുക്ക് തിരിച്ചു മറുപടി പറയാൻ നമുക്ക് സാധിക്കണം.
നമ്മുടെ ഫേസ്ബുക്കുകളിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമുകളിൽ, നാം ഉപയോഗിക്കുന്ന വാട്സപ്പുകളിൽ അതിൻ്റെ സ്റ്റാറ്റസുകളായിക്കൊണ്ട് പ്രവാചകന്റെ ഏറ്റവും നല്ല അധ്യാപനങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ പ്രവാചകനെ സഹാബത്ത് സ്വന്തം ജീവൻ കൊടുത്ത് പ്രതിരോധിക്കുമ്പോൾ അല്ലേ, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടല്ലോ. അവിടെ സ്വന്തം ജീവൻ കൊടുത്ത് സഹാബത്ത് പ്രവാചകനെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു മെസ്സേജിലൂടെ, ഒരു സ്റ്റാറ്റസിലൂടെ, ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്നതിലൂടെയെങ്കിലും ആ പ്രവാചകനെ സംരക്ഷിക്കാൻ, ആ പ്രവാചകന് നേരെ വരുന്ന അമ്പുകളെ, ആരോപണങ്ങളെ സംരക്ഷിക്കാൻ, അതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുവാൻ, ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുവാൻ, ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ആ പ്രവാചക സ്നേഹം യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.